ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിക്ക് നഷ്ടം സംഭവിച്ചാൽ അതിൻ്റെ ലോസ് എനിക്ക് തന്നെയാണ്. ഇത് മുൻപേ ആകാമായിരുന്നു എങ്കിൽ പ്രശ്നങ്ങൾ ഇത്രയും വഷളാകില്ലായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രവീൺ ആൻഡ് പ്രണവ് ഇഷ്യൂ ആണ് 2-3 ദിവസമായി സോഷ്യൽ മീഡിയ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും അതിനൊരു തീർപ്പായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം പ്രവീൺ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പോൾ കരുണ കിട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ വീഡിയോസ് ഇട്ടത്? കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള നിരന്തരമായ ചോദ്യങ്ങൾ കൊണ്ടല്ലേ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ വന്നത്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചിട്ട് കരുണ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ തരും. പിന്നീട് പറയുന്നത് നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് പറയുകയാണെന്ന്. വേറൊരു രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു എന്നാണ് പ്രവീൺ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആരാണ് പ്രശ്നങ്ങൾ വളച്ചൊടിച്ചത്? നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞുകൊണ്ടിരുന്നു. പ്രവീൺ എക്സ്പ്ലനേഷൻ നടത്തുമ്പോൾ ആളുകൾ പ്രണവിനെ പൊങ്കാലയിടുന്നു. പ്രണവ് എക്സ്പ്ലനേഷൻ നടത്തുമ്പോൾ ആളുകൾ പ്രവീണിനെയും മൃദുലയും പൊങ്കാലയിടുന്നു. നിങ്ങൾ ചെയ്ത എക്സ്പ്ലനേഷൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. പ്രവീൺ അൺമാസ്കിംഗ് എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് തൻ്റെ വൈഫിന് സൈബർ ബുള്ളിംഗ് കിട്ടിയത് മൂലമാണ്. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിക്ക് നഷ്ടം സംഭവിച്ചാൽ അതിൻ്റെ ലോസ് എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. ഇതാണ് ആ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഉള്ളത്. എന്തായാലും ഇപ്പോഴെങ്കിലും പ്രവീണിന് മനസ്സിലായല്ലോ, ഇതിൻ്റെ പേരിൽ ലോസ് സംഭവിച്ചാൽ നഷ്ടം തനിക്കാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് കുറച്ചുകൂടി നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത്രയും റീച്ചുള്ള നിങ്ങൾ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ അത് ചർച്ച ചെയ്യും. ആദ്യം ഇതൊരു ചെറിയ ഫാമിലി ഇഷ്യൂ മാത്രമായിരുന്നു. പിന്നീടത് വേറെ ലെവലിലേക്ക് പോയി. ഒരു പ്രഗ്നന്റ് ലേഡിക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസ് വന്നപ്പോഴാണ് ആളുകൾ ഇതിനെ സീരിയസ് ആയി എടുക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് ആളുകൾക്ക് ഇതൊരു ഫാമിലി ഇഷ്യൂ മാത്രമായി തോന്നാതെ വന്നത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി ആളുകൾ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു എന്ന്. ഇവിടെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ആർക്കാണ്? നിങ്ങൾക്ക് രണ്ടുപേർക്കുമല്ലേ. മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനായ ബറോസിൻ്റെ ടീസർ വരെ നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂയിൽ മുങ്ങിപ്പോയി. പാവം ലാലേട്ടൻ്റെ ബറോസിൻ്റെ ടീസറിന് ഒരു ദിവസം കൊണ്ട് കിട്ടിയത് 2.1 മില്യൺ വ്യൂസ് ആണ്. പക്ഷേ 18 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടിയത് 4.4 മില്യൺ വ്യൂസ്. അതായത് ബറോസിൻ്റെ ടീസറിനേക്കാൾ ഡബിൾ റീച്ച്. പാവം ലാലേട്ടൻ. എന്തായാലും ഒക്ടോബർ 24 തുടങ്ങിയ പ്രണവ് കൊച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 3,60,000 സബ്സ്ക്രൈബേഴ്സ് ആയി. 4 ലക്ഷത്തിൽ പുറത്തായതായിരുന്നു. പക്ഷേ പ്രണവിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ കുറേ പേര് അൺസബ്സ്ക്രൈബ് അടിച്ചു പോയി. 10-15 ദിവസം കൊണ്ട് ഈ ഒരു റീച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമാണോ? അതുപോലെ തന്നെ പ്രവീണിൻ്റെ ചാനലിൻ്റെ വ്യൂവർഷിപ്പ് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാക്കും. അതിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടാണല്ലോ വീഡിയോ ഇടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയതും ഏറ്റവും കൂടുതൽ മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടിയതും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ വിറ്റു എന്നേ പറയാൻ പറ്റൂ. ഈ സ്റ്റോറി കണ്ടുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇത് മുൻപേ ആകാമായിരുന്നു എങ്കിൽ പ്രശ്നങ്ങൾ ഇത്രയും വഷളാകില്ലായിരുന്നു. ഇനിയെങ്കിലും പരസ്പരം ചളി വാരി എറിയാതിരിക്കുക. സോ നിങ്ങൾക്കുള്ളിൽ നടന്ന ഇഷ്യൂസൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്കുക. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും പറഞ്ഞു തീർത്ത് പഴയതുപോലെ മുന്നോട്ട് വരിക. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.